السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദുമാരെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ശൈഖ് മശായിഖിന ശംസുൽ ഉലമാ അവരുടെ 26ാം ആണ്ടനുസ്മരണത്തോടനുബന്ധിച്ചുകൊണ്ടാണ് നാം ഈ മഹത്തായ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ളത്. കൊല്ലങ്ങൾ വളരെയേറെ പെട്ടെന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കൊല്ലങ്ങൾ, പുതിയ പുതിയ സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വയസ്സുകൾ നമ്മളറിയാത്ത വിധമെന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 26 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ 1ാമത്തെ ആണ്ടനുസ്മരണ പരിപാടി തുടങ്ങുന്ന സമയത്ത് നമ്മോട് പ്രഭാഷണം നടത്താറുണ്ടായിരുന്ന, നമ്മുടെ സ്റ്റേജുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന, നമുക്കൊരുപാട് പ്രതീക്ഷകളായി നമ്മൾ കണ്ടുവച്ചിരുന്ന പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞ് ആഖിറത്തിലേക്ക് പോയല്ലോ. 26 കൊല്ലം എത്ര പെട്ടെന്നാണ് പോയതെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ആ വഫാത്ത് കഴിഞ്ഞിട്ട് 27ാമത്തെ കൊല്ലത്തിലേക്ക് നാം കടക്കുമ്പോൾ, ഇന്നത്തെ രാത്രി റജബിൻ്റെ പരിശുദ്ധമായ 15ാമത്തെ രാവാണ്. ഇതുപോലെ ഒരു റജബ് 15-ന് വെള്ളിയാഴ്ച ജുമയോടടുത്ത സമയത്താണ് ശംസുൽ ഉലമാ ഓർ നമ്മെ വിട്ടുപിരിഞ്ഞതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1908 ജനിച്ച് 2000 വഫാത്തായി പോയ മഹാനർ തൻ്റെ തമ്മീസിൻ്റെ പ്രായം മുതൽ പരിശുദ്ധമായ ഇൽമിലും പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിലും നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനത്തിലും നിലനിന്നിട്ടുള്ളവരാണ്. ഇതിലാർക്കും തർക്കമുണ്ടാവുകയില്ലല്ലോ. ഓറിൽ നിന്ന് നാം പഠിച്ച പരിശുദ്ധ ദീൻ, ഓറിൽ നിന്ന് നാം പഠിച്ച സുന്ദരമായ സംസ്കാരം, ഓറിൽ നിന്ന് നാം പഠിച്ച അദബ്, നാം പഠിച്ച തഖ്വ, നാം പഠിച്ച ഈമാൻ, നാം പഠിച്ച മറ്റെല്ലാ അള്ളാഹുവിൻ്റെ നിയമാവലികളും. പണ്ടാരോ ചോദിച്ചു അത്രേ തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട്, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? എല്ലാവരും ആവേശത്തോടുകൂടെ പറഞ്ഞു എത്ര ഞാനും അതിന് തയ്യാറാണ്, ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ. അടുത്ത ചോദ്യം, പരിശുദ്ധ ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി മുസ്ലിമായി
ജീവിക്കാൻ തയ്യാറുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടെന്ന നേരത്തെ പറഞ്ഞ ആവേശം ഈ ചോദ്യത്തിൻ്റെ മറുപടിയിൽ കണ്ടില്ല എന്നത് അനുഭവത്തിൻ്റെ ഭാഗമായി നമ്മൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ ഇസ്ലാമിന് വേണ്ടി മരിക്കുകയല്ല, ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയാണ്, മുസ്ലിമീങ്ങളായി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഓറപ്പടിച്ച ഓരുടെ നാട്ടുകാരായ നമ്മളെങ്കിലും ചെയ്യേണ്ടതെന്ന് ആമുഖമായി ഞാൻ പറയുന്നതിൻ്റെ ആകെ സന്ദേശം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 1936 ഔദ്യോഗികമായി മഹാനർ തുടങ്ങിയ ദർസ് 1999 ഏപ്രിൽ 2 വരെ നമ്മുടെ പള്ളിയിലും അല്ലാതെയും നടന്നല്ലോ. 36 മുതൽ 10-15 കൊല്ലക്കാലം മാട്ടൂലിലും 1953 മുതൽ 999 ഏപ്രിൽ മാസം 2-ാം തീയതി വരെ നമ്മുടെ പരിശുദ്ധമായ തലയുയർത്തി നിൽക്കുന്ന നാദാപുരത്തെ പഴയ ജുമുഅത്ത് പള്ളിയിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമിലായി ദർസിലായി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഹറക്കാത്ത് സകനാത്തുകളിലും കഴിച്ചുകൂട്ടിയ മഹാനർ. ആ മഹാനരെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടാൻ, പരലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ശരിയായ മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും ഒരാൾ ഉൾപ്പെടാൻ എന്തൊക്കെ അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞുവോ, തിരുനബിയുടെ ഹദീസുകളിൽ വന്നുവോ, മഹത്തുക്കളായ സച്ചരിതരായ മുൻഗാമികരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുവോ, ഈ അടയാളങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഉൾക്കൊണ്ടവരായിരുന്നു മഹാനർ. അത് ഉൾക്കൊണ്ടതായിരുന്നു മഹാനരുടെ ജീവിതം. ഇவ்விധം നമ്മൾ മഹാനായ ഓറ വിലയിരുത്തുമ്പോൾ നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ ചില്ലറക്കാരല്ലല്ലോ. നമ്മളെ അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിലല്ലേ പടച്ചത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ചേതന അചേതന വസ്തുക്കളെ കാണാം. അള്ളാഹുവിൻ്റെ സൃഷ്ടികാളുകളുടെ കൂട്ടത്തിൽ സസ്യങ്ങളെയും അതുപോലുള്ള മരങ്ങളെയും കാണാം. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ നമ്മെപ്പോലുള്ള മനുഷ്യരുണ്ട്. ഈ 4 വിഭാഗം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യരുടെ കൂട്ടത്തിലാണ് അള്ളാഹു നമ്മെ പഠിച്ചത്. വിശേഷ ബുദ്ധി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ, മറ്റുള്ളവരെ പോലെയല്ലാതെ സാംസ്കാരികമായി മാതൃകയായി ജീവിക്കേണ്ട മനുഷ്യൻ, മറ്റുള്ളതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവാണെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ള മനുഷ്യൻ. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പടച്ചത് ചെറിയ നിഅമത്താണോ? ആ മനുഷ്യന്റെ കൂട്ടത്തിൽ തന്നെ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. ഏകദൈവ വിശ്വാസികളുണ്ട്, അല്ലാത്തവരുണ്ട്. മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. ഇതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തത് ഏറ്റവും ഉയർന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണ്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ്, മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിലാണ്. ഈമാനും ഇസ്ലാമും ഇഹ്സാനും, ഇതാണല്ലോ പരിശുദ്ധ ദീനിന്റെ 3 ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ ഒത്തിണങ്ങിയ പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വക്താക്കളായി, ആ ഇസ്ലാമിന്റെ സൊസൈറ്റിയിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു പടച്ചല്ലോ. അവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് ചിന്തിച്ചാൽ 2-ാം പൊന്നാനി എന്നറിയപ്പെടുന്ന നാദാപുരത്തും പരിസരങ്ങളിലും താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്നുകൂടി ബഹുമാനമുള്ളവരാണ്. നമ്മൾ അറിയണം. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഉടനീളം സൂക്ഷ്മത പുലർത്തിയ പരിശുദ്ധ ദീനിന്റെ ഏതേത് നിയമങ്ങളും സമൂഹത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടി മെനക്കേട്ട, അതിനു വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഓറെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ
നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിച്ച് പോകൽ മാത്രമല്ല നമ്മുടെ ബാധ്യത. ഭക്ഷണത്തിൻ്റെ നേരത്ത് കണ്ട ആ തിരക്കും നമ്മുടെ ആവേശവും നമ്മൾ ഈ പൊതുസമ്മേളനത്തിലും അല്ലാതെ ഉത്ബോധനങ്ങളിലും അല്ലാത്ത പരിപാടികളിലും ഒക്കെ കാണിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് ധാരാളം പകർത്താനുണ്ട്. നമ്മൾ ആ ജീവിതം പഠിക്കേണ്ട, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അത്യാവശ്യ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മളൊരുപാട് തെറ്റിപ്പോയിരിക്കുന്നു. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരൊറ്റ പ്രദക്ഷിണം മാത്രം നടത്തുകയാണ്. നമ്മളൊരുപാട് തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതാണ്, എവിടെയാണ് ഒരു മുസ്ലിം? നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഒന്നൊന്നായി ആലോചിച്ചാൽ നമുക്കാർക്കും ബോധ്യപ്പെടും. അള്ളാഹു നമുക്ക് തന്ന പരിശുദ്ധ ദീന് എത്ര സുന്ദരമാണ്, പ്രായോഗികമാണ്, ശാസ്ത്രീയമാണ്, മനുഷ്യത്വപരമാണ്, മനുഷ്യനോടൊപ്പമാണ് പരിശുദ്ധ ദീന്. ഒരു മനുഷ്യന് കൊണ്ടു നടക്കാൻ കഴിയാത്ത, അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത, അവൻ്റെ സംസ്കാരത്തോടോ അവൻ്റെ ബുദ്ധിയോടോ യോജിക്കാത്തതൊന്നും അള്ളാഹുവിൻ്റെ ദീനിലില്ലല്ലോ. അള്ളാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ നിർവചനം തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ മഹത്തുക്കൾ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ദീന് അത് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. ലോകത്തെ പടച്ച റബ്ബിൻ്റെ ഒരു സംവിധാനമാണ്. ആ റബ്ബിൻ്റെ സംവിധാനമായതുകൊണ്ട് തന്നെ അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരൂല, അതിൽ ന്യൂനതകൾ വരൂല, അതിൽ കുറവുകൾ വരൂല, അതിൽ മനുഷ്യന് താങ്ങാൻ കഴിയാത്തതൊന്നും വരൂല. മനുഷ്യ ജീവിതത്തിന് മോശപ്പെട്ടത് അവൻ്റെ സംസ്കാരത്തിനോടോ അവൻ്റെ കാലഘട്ടത്തിനോടോ അവൻ്റെ കുടുംബ സംവിധാനങ്ങളോടോ അവൻ്റെ വ്യക്തിപരമായ ജീവിത ശൈലികളോടോ യോജിക്കാത്തതൊന്നും പരിശുദ്ധ ദീനിലുണ്ടാവൂല. എന്തുകൊണ്ട്? അതിലാഹിയായ ഒരു സംവിധാനമാണ്, അള്ളാഹുവിൻ്റെ സംവിധാനമാണ്, അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ശരിയായ ബുദ്ധിയുള്ള ആളുകളെ, ചിന്തയുള്ള ആളുകളെ ആ പരിശുദ്ധമായ സംവിധാനം നയിക്കും. എങ്ങോട്ട് നയിക്കും? ഇലാ മാ ഹുവ ഖൈറുല്ല. അവൻ്റെ ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെയും ഖൈറായ, നന്മയായ കാര്യങ്ങളിലേക്ക് ആ മനുഷ്യനെ നയിക്കും. അത് അവൻ്റെ പൊതുജീവിതമാകട്ടെ, അവൻ്റെ കുടുംബജീവിതമാകട്ടെ, അവൻ്റെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, അവൻ്റെ മതപരമായ ജീവിതമാകട്ടെ, അവൻ്റെ രാഷ്ട്രീയ ജീവിതമാകട്ടെ, ഏത് ജീവിതത്തിൻ്റെ മേഖലകളിലും അവൻ ഉത്തമമായതിലേക്ക് നയിക്കുന്ന, അവന് നല്ലതവനോട് പറയുന്ന അള്ളാഹുവിൻ്റെ സംവിധാനമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ 90 ചില്ലാനം കൊല്ലം എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഓറുടെ 26ാം ആണ്ടനുസ്മരണം നമ്മളിവിടെ നടത്തുമ്പോൾ നമ്മൾ അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മെക്കുറിച്ച് നാം ആരാണ്, നാം എങ്ങോട്ടാണ്, നമ്മുടെ റൂട്ട് എന്ത്, നമ്മുടെ ലക്ഷ്യമെന്ത്? ഇത് മറന്നുപോയ ഒരവസ്ഥയല്ലേ ചുറ്റുപാടുകളിൽ നാം കാണുന്നത്? ഞാനിതാരെയും ആക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, ഞാനിത് പറയാൻ ആളുമല്ല. നിങ്ങൾ കേട്ടല്ലോ, പറയേണ്ടിയിരുന്നത് അർഹതപ്പെട്ടവരായിരുന്നു. തൽക്കാലം ഒരു ഷോട്ട് വന്നതുകൊണ്ട് ഞാനിത് പറയേണ്ടി വരുന്നു എന്ന് മാത്രം. നമ്മൾ ആലോചിക്കുക, അള്ളാഹു അവൻ സംവിധാനിച്ച ഈ സംവിധാനത്തെ അംബിയായിലൂടെ, അവൻ്റെ മുർസലുകളിലൂടെ നമ്മുടെ കൈകളിലേക്ക് തന്നില്ലയോ? ന്യൂനതകളില്ലാതെ തന്നില്ലയോ? പ്രായോഗികമായ ആ സംവിധാനത്തെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കളിലൂടെ പരിശുദ്ധ ദീനിനെ അള്ളാഹു ലോകത്തിന് കാലാനുസൃതമായി സമർപ്പിച്ചപ്പോൾ ആ പരിശുദ്ധ ദീനിന്റെ സമ്പൂർണമായ രൂപത്തെ ഹബീബായ തങ്ങളിലൂടെ ഉമ്മത്തീങ്ങളായ നമുക്ക് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഓശാരമായി നൽകിയപ്പോൾ, അവന്റെ അനുഗ്രഹമായി നൽകിയപ്പോൾ, ആരംഭനിബിതങ്ങൾ അല്പാൽപമായി ആ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ ലോകത്ത് പഠിപ്പിച്ചല്ലോ.
എന്നിട്ട് തൻ്റെ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ, അസ്ഹാബീ കന്നുജൂം, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളുണ്ടല്ലോ, ലോകമേ നിങ്ങൾ അറിയണം, നിങ്ങൾ കാണണം, 23 കൊല്ലക്കാലം ഞാനിവിടെ പ്രവർത്തിച്ചത് വെറുതെയല്ല. അതിൻ്റെ ഫലമിതാ, അതിൻ്റെ ഉൽപ്പന്നങ്ങളിതാ. ലക്ഷക്കണക്കായ സ്വഹാബ, ഇവരെ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ അധ്വാനിച്ചത്. ഞാൻ വരുന്ന കാലത്ത് ജീർണതകളുടെ കാലമാണ്, അധർമ്മങ്ങളുടെ കാലമാണ്, അനീതിയുടെ കാലമാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ട് മൃഗസമന്മാരായി ജീവിച്ച ഒരു കൂട്ടം ആളുകൾ ജീവിച്ച കാലമാണ്. ആ ജനതയെ, ആ മനുഷ്യരെ ഞാൻ സംസ്കരിച്ചു, അവരെ ഞാൻ വളർത്തി, അവരിലേക്ക് ഞാൻ ഈമാന് നൽകി, ഇസ്ലാം നൽകി, ഇഹ്സാന് നൽകി, പരിശുദ്ധ ദീന് നൽകി, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് അവരിതാ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് സ്വഹാബ. ഈ സ്വഹാബാക്കൾ പരിശുദ്ധരാണ്, ഇവർ സത്യസന്ധരാണ്, ഇവർ ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ വാഹകരാണ്. ഇവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയോ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് പ്രഖ്യാപിച്ച മുത്തുനബി അതുമാത്രമല്ല, അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അലാ കുല്ലു ജാഹിലിയ്യത്തിൻ തഹത ഖദമയ്യ ഹത്തൈനി മദ്ഫൂൻ. ലോകമേ, ഇവിടെ ഉണ്ടായിരുന്ന ജീർണതകൾ മുഴുവനും, അധർമ്മങ്ങൾ മുഴുവനും, വേണ്ടാത്തത് മുഴുവനും എൻ്റെ കൽപാദങ്ങൾക്കിടയിൽ ഞാൻ ഇതാ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ഇനി എൻ്റെ കാലിൻ്റെ ഉള്ളിൽ നിന്ന് മാന്തി ആ ജീർണതകൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരരുതേ. ഇത് ഹബീബായ തങ്ങൾ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ അവസാന കാലത്ത് സന്തോഷത്തോടെ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മോട് പറഞ്ഞതാണെങ്കിൽ, ഇത് പഠിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ഇത് കേൾക്കുന്നവരാണ് നമ്മളെങ്കിൽ, ആ ഹബീബിന്റെ മദീനയിൽ, ആ ഹബീബിന്റെ സവിധത്തിൽ, ആ ഹബീബിന്റെ സന്നിധാനത്തിൽ ഒരഡ്രസ് വേണ്ടയോ എൻ്റെ പ്രിയപ്പെട്ടവരെ? നമുക്ക് ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഓർക്കുന്ന ഓർക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരഡ്രസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹുവോട് ആശ ആ വിധത്തിൽ തന്നെ പൂർത്തിയാക്കി തരട്ടെ. അവരോടൊപ്പം നമ്മയും കുടുംബങ്ങളെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്തൊരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഏതൊരു മുസ്ലിമായ ആണും പെണ്ണും ചിന്തിക്കേണ്ടത് മുസ്ലിമീങ്ങളാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിശുദ്ധ ദീന് ഏതെങ്കിലും ഒരിടത്ത് മാത്രമല്ല, ബക്കുപൊട്ടിയ ദീനല്ല അള്ളാഹുവിന്റെ ദീന്. ഒരു ബക്കുപൊട്ടിയ പാത്രം പോലെയല്ല അള്ളാഹുവിന്റെ ദീന്. അതിലെല്ലാം ഉണ്ടല്ലോ, എല്ലായിടത്തും പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളുണ്ടല്ലോ. മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും അനിവാര്യമാകുന്ന നിയമസംഹിതകളുടെ സമാഹാരമാണ് പരിശുദ്ധ ദീന്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ആലോചിക്കേണ്ടതുണ്ട്. അവന്റെ വ്യക്തി ജീവിതത്തിൽ ചിന്തിക്കണം, അവന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചിന്തിക്കണം, അവന്റെ പൊതുജീവിതത്തിൽ ചിന്തിക്കണം, അവന്റെ മറ്റെല്ലാ ഹറക്കാത്ത് സകനാത്തുകളിലും ചിന്തിക്കണം. അതല്ലേ ഓറ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. ഈ ചിന്ത കുറഞ്ഞു പോയൊരു കാലം, ദീനിനെ അഭിമാനമായി കൊണ്ടു നടക്കാൻ, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളുണ്ടായിരുന്ന തലമുറ പോയിട്ട് അത് പറയാൻ മടിക്കുന്ന, അയ്യേ എന്ന് അതിൻ്റെ ആളുകൾ തന്നെ അതിൻ്റെ നിയമത്തെ വായ കൊണ്ട് പറയുന്നതിന് പകരം ശരീരം കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ ശത്രുക്കൾ ജയിക്കുകയാണ്, നമ്മൾ പരാജയപ്പെടുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇവിടെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി മോഡി സർക്കാരല്ല, വർഗീയതയല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളല്ല, പെട്ടെന്നുള്ള മരണങ്ങളല്ല, സാമ്പത്തിക ഞെരുക്കങ്ങളല്ല, SIR അല്ല, പൗരത്വമല്ല, മറ്റൊന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി ഏതാണ്? അതൊക്കെയും നമ്മുടെ ശരീരത്തിന്റെ ശത്രുക്കളാണ്. നമ്മെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞേക്കാം, നാട് കടത്താൻ കഴിഞ്ഞേക്കാം, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കാം, നമ്മുടെ വീടുകളെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞേക്കാം. ഫലസ്തീനിലും മറ്റും അവർ പയറ്റിയത് അതാണ്. അത് ഭൗതികമായ തകർക്കലുകൾ മാത്രമാണ്. കൊല്ലാൻ കഴിഞ്ഞേക്കാം, തളർത്താനാവില്ല എന്നോ പരാജയപ്പെടുത്താനാവില്ല എന്നോ പറയുന്നത് വെറും ഒരു വാക്കല്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലേ? ഏതെങ്കിലും ഒരു ശത്രുവിന്റെ വെട്ടേറ്റോ കുത്തേറ്റോ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവൻ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ
ആ ശത്രു നമ്മുടെ ശത്രുവല്ല, അത് നമ്മുടെ മിത്രമാണ്. നമ്മുടെ സമ്പത്തുക്കൾ ഏതെങ്കിലും ശത്രുക്കൾ വന്ന് അകാരണമായി അത് അക്രമത്തിലൂടെ പിടിച്ചടക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ ശത്രുവല്ല. പരലോകത്ത് ഏറ്റവും സമ്പത്താവശ്യമാകുന്ന ലോകത്ത് നമുക്കത് തിരിച്ചു കിട്ടും. ഇത് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? നമ്മുടെ വീട് തകർക്കപ്പെട്ടാൽ ആ വീട് തകർത്ത ശത്രു നമ്മുടെ ശത്രുവല്ല, നമ്മുടെ മിത്രമാണ്. ആഖിറത്തിലേക്കുണ്ടാക്കി വെച്ചല്ലോ ആ ശത്രു നമുക്കൊരുപാട്. അതേ സമയത്ത് എന്റെയും നിങ്ങളുടെയും ശത്രുക്കളാരാണ്? നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഏതാണ്? നമ്മുടെ ശത്രുക്കൾ ജയിക്കുകയാണ്. ശരിയായ ശത്രു അത് പിശാചാണ്. അത് പിശാചാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, സൂറത്ത് യാസീനാൻ. അലം ഔഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീനും വഅനിഅ്ബുദൂനി. നിങ്ങൾ ഓർത്തു നോക്കൂ, അല്ലാഹു പരലോകത്ത് വെച്ച് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ തമ്മാടികളായി നടന്നുവെന്നിരിക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, ഈമാനും തഖ്വയും നൽകട്ടെ, പരലോക വിജയം നൽകട്ടെ. അതോടൊപ്പം നമ്മൾ ആലോചിക്കണം, ചിന്തയില്ലാതെ ബുദ്ധിയില്ലാതെ അധർമ്മങ്ങളിലും ജീർണതകളിലും നമ്മളിങ്ങനെ കുഴങ്ങി മറിഞ്ഞുകൊണ്ട് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ നല്ലവരുടെ വെളിച്ചം കാണുന്ന നാം, നല്ലവരുടെ ഗുണങ്ങൾ കാണുന്ന നാം, നല്ലവരുടെ സ്ഥാനമാനങ്ങൾ കാണുന്ന നാം അതിൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആട്ടിയോടിക്കലും പ്രഖ്യാപനവും വംതാസുല്യവും, നിങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളണം, നിങ്ങൾക്ക് ഇവിടെ എന്തേ കാര്യം? നിങ്ങളോട് ഈ നന്മകൾ നേടിയെടുക്കാനുള്ള സംസ്കാരങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലല്ലോ. അലം ഔഹദി ഇലൈക്കും യാ ബനി ആദം, മനുഷ്യരെ നിങ്ങളോട് ഞാൻ വാഗ്ദാനം നൽകിയിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ അംബിയാഇന്റെ നാക്കിലൂടെ, ഉലമാക്കളുടെ നാക്കിലൂടെ, അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്, വണങ്ങിപ്പോകരുത്, അവനെ നിങ്ങൾ അംഗീകരിച്ചവന്റെ വഴിയിലൂടെ നീങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നെ ആരാധിക്കുവീൻ, എന്നെ അംഗീകരിക്കുവീൻ, ഞാൻ പറയുന്നത് പോലെ നടക്കുവീൻ എന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തില്ലയോ? നിങ്ങളോട് പറഞ്ഞില്ലയോ? അമ്പിയാക്കൾ പറഞ്ഞു തന്നില്ലയോ? അലിമീങ്ങൾ ഉണർത്തിയില്ലയോ? എന്നിട്ടും നിങ്ങൾ ആ പിശാചിന്റെ വഴിയിലൂടെ നടന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളില്ല, ഇവിടെ നിങ്ങൾക്ക് വിജയങ്ങളില്ല, ഇവിടെ നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. നിങ്ങളുടെ ശത്രു നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൗതിക ശത്രുവിനേക്കാൾ നമ്മൾ ശക്തമായി കാണേണ്ടത്, നേരിടേണ്ടത്, പരാജയപ്പെടുത്തേണ്ടത് ആത്മാവിന്റെ ശത്രുവിനെയാണ്. ആത്മീയമായി നമ്മ ഉയരുന്നതിൽ നിന്ന് തടഞ്ഞു നിർന്നത് ശത്രുവിനെ. ആത്മാവിന്റെ സംരക്ഷണത്തിന് അള്ളാഹു നൽകിയ സംവിധാനമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ നിയമാവലികൾ, ഈ നിയമാവലികൾ അംഗീകരിക്കാതെ നടക്കുന്ന അവസ്ഥകൾ എല്ലാ രംഗത്തും കാണുമ്പോഴാണ് നമ്മുടെ ശത്രു ജയിക്കുകയും നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്ന് നാം പറയേണ്ടി വരുന്നത്. ഓരോന്നോരോന്ന് നെട്ടിപ്പരത്തി പറയുമ്പോൾ ധാരാളം നമ്മൾ പറയേണ്ടി വരും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കുക. ചെറിയ 1-2 ഉദാഹരണങ്ങൾ. നമ്മുടെ കല്യാണങ്ങൾ, ഇവിടുന്ന് ഞാൻ തുടങ്ങുന്നത് കല്യാണമാണ് അടിത്തറ. കല്യാണത്തിൽ നിന്നല്ലേ കുടുംബമുണ്ടാകുന്നത്, ആ കുടുംബത്തിൽ നിന്നല്ലേ സമൂഹമുണ്ടാകുന്നത്, സമുദായമുണ്ടാകുന്നത്, ഒരു കൂട്ടായ്മയുണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ അടിത്തറയല്ലേ കല്യാണം. ആ കല്യാണത്തിന്റെ പഴയ ഒരവസ്ഥയും ഇന്നത്തെ ഒരവസ്ഥയും നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ധാരാളം മതങ്ങൾ താമസിക്കുന്ന നമ്മുടെ നാട്ടിൽ മുസ്ലിമിൻ്റെതാണോ അമുസ്ലിമിൻ്റെതാണോ എന്ന് മനസ്സിലാക്കാൻ പ്രധാനമായും ഉണ്ടായിരുന്നത് 2 അടയാളങ്ങളാണ്. ഒന്ന് കല്യാണങ്ങളാണ്, മറ്റൊന്ന് സംസ്കാരമാണ്, മയ്യത്ത് സംസ്കാരമാണ്. ഇത് രണ്ടും നോക്കി ഏതാണ് മതം എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അടയാളങ്ങളിലൂടെ. പക്ഷെ ഇന്ന് നമ്മളൊരു കല്യാണം നടക്കുന്ന വീട്ടിന്റെ റോഡിലൂടെ നടന്നാൽ, അരികിലൂടെ നടന്നാൽ ഇതാരുടെ കല്യാണമാണെന്ന് തിരിച്ചറിയുന്ന അടയാളങ്ങൾ അവിടെ നമ്മൾ കാണുന്നേയില്ലല്ലോ. പഴയ കാലത്ത് നമ്മുടെ കല്യാണ വീടുകളുടെ സമീപത്ത് സ്ഥാപിച്ചിരുന്നത് ഒരേ ഒരു ബോർഡാണ്, സ്ത്രീകളുടെ വഴി.
സ്ത്രീകളുടെ വഴി ഒരൊറ്റ ബോർഡ്, വേറെ ഒരൊറ്റ ബോർഡും ഇല്ല. ഈ ഒരേ ഒരു ബോർഡ് അത് അഭിമാനത്തിൻ്റെതായിരുന്നു, അത് ഇസ്ലാമിൻ്റെതായിരുന്നു, അത് മുസ്ലിമീങ്ങളുടേതായിരുന്നു, അത് പരലോക ചിന്തയുള്ളവരുടേതായിരുന്നു. പക്ഷെ ഇന്ന് നാം കാണുന്ന ബോർഡുകളോ ശാപ്പാട്ടുകാരുടെ ബോർഡുകൾ മാത്രമാണ്. കാർ പാർക്കിംഗ് എവിടെ, ബൈക്ക് പാർക്കിംഗ് എവിടെ, മന്തി എവിടെ, ബെറുംചോറ് എവിടെ, മറ്റുള്ളത് എവിടെ എന്നറിയിക്കുന്ന ബോർഡുകളല്ലാതെ ഈ ഒരു ബോർഡ് കാണുന്നില്ലല്ലോ. ഒരൊറ്റ മുസ്ലിമിന്റെ കല്യാണങ്ങളിലും ഞാൻ ആക്ഷേപിക്കുകയല്ല, ഒരു വിചിന്തനത്തിന് വേണ്ടി മാത്രം നമ്മെ പഠിപ്പിച്ചു തന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് കൊണ്ട് ഒന്നോർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം നമ്മൾ ആലോചിക്കണ്ടേ. ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കല്യാണത്തിന്റെ വീടുകളിലേക്ക് വരാൻ പറ്റുന്ന ഒരവസ്ഥയിലാണോ നമ്മൾ ഇന്ന് ഈ കല്യാണങ്ങളൊക്കെ നടത്തുന്നത്? ആണും പെണ്ണും ഒന്നിച്ചാടുകയാണ്, ഒന്നിച്ച് ചിരിക്കുകയാണ്, ഒന്നിച്ച് കളിക്കുകയാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, അപ്പുറവും ഇപ്പുറവും ഇട്ടുകൊടുക്കുകയാണ് ഭക്ഷണം. അവരെ തമ്മില് സംസാരിക്കുന്നതിനോ കാണുന്നതിനോ തൊടുന്നതിനോ എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കുന്നതിനോ ഒരു വിലക്കുമില്ല എന്ന രീതിയിലല്ലേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ? ഒരു 10 മണി 11 മണി കഴിയുമ്പോൾ ഗാനമേളകളല്ലേ ആ കല്യാണ വീടുകളിൽ നിന്ന് കേൾക്കുന്നത്? മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെയുള്ള തരുണീ മണികളുടെ ഇമ്പമാർന്ന ഗാനങ്ങളല്ലേ മുസ്ലിമിന്റെ വീടുകളിൽ? രണ്ടാം പൊന്നാനി എന്നറിയപ്പെടുന്ന നാദാപുരത്തിന്റെ പരിസരങ്ങൾ ഇതിൽ നിന്നൊഴിവാണോ? നമ്മളെങ്കിലും ചിന്തിക്കണ്ടേ? ഓറുമാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ, അയ്യോറുമാരുടെ വിശ്രമം കൊണ്ട് അനുഗ്രഹീതമായ നാട്ടിൽ, അവരുടെ തിരുശേഷിപ്പുകൾ ഇന്നും നിലകൊള്ളുന്ന നാട്ടിൽ, പുറം നാടുകളിൽ നിന്ന് നാദാപുരം കേൾക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരെ പോലും ആദരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന നാട്ടിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ തനിമ നമ്മൾ നിലനിർത്തണ്ടേ? അത് നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഒരു പാട്ടിലെന്തിരിക്കുന്നുവെന്ന ഫലം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാലം മാറിയില്ലേ, ഉപകരണങ്ങൾ മാറിയില്ലേ, യന്ത്രങ്ങൾ മാറിയില്ലേ, ഇന്നെവിടെയും അങ്ങനെയല്ലേ, പിന്നെന്തിനിതെന്ന പാട്ടിൽ എല്ലാമുണ്ട്. അള്ളാഹുവിന്റെ ദീൻ വിലക്കിയ ദീൻ പാടില്ലെന്ന് പഠിപ്പിച്ചതാണോ? അതിന്റെ ഉള്ളിൽ ഒരുപാട് വേണ്ടാത്തത് അടങ്ങിയിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ വിവരിക്കുന്നത് കാണാം. നഹ്നു നസീറു ബിൽ ഉറുജ് ബൈനമാ നഹ്നു നസീറു ബിൽ ഉറുജ്, ഞങ്ങൾ ഉറുജ് എന്ന ഒരു സ്ഥലത്തിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അറവാലൈന ശാഇറുൻ യുൻസിദ്, അന്നേരത്താണ് ഒരു അശ്ലീലത പാടുന്ന പാട്ടുകാരൻ ഞങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആരംഭ നിബിതങ്ങൾ പറഞ്ഞ വാക്ക് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നിബിതങ്ങൾ പറഞ്ഞത് ആരടോ അവനെ പിടിക്കുന്നല്ല, ആ പാട്ടുകാരനെ പിടിയെന്നല്ല, ആ പിശാചിനെ ഇങ്ങോട്ട് പിടിക്കുക, ആ പിശാചിനെ പിടിച്ചു നിർത്തുക. എനിക്കൊന്ന് പറയാനുണ്ട്. നിബിതങ്ങൾ ഉപയോഗിച്ച വാചകം ഏതാണ്? പിശാച് എന്ന വാചകമാണ്, ശൈത്താൻ എന്ന വാചകം. ഈ പിശാചുക്കളെ നമ്മുടെ കല്യാണത്തിന്റെ തലേന്ന് നമ്മുടെ വീടുകളിൽ മുഴുവനും നിറച്ചിട്ട് പിറ്റേന്ന് നമ്മൾ തങ്ങളെ കൊണ്ട് ദ്വാരപ്പിച്ചാൽ അവിടെ റഹ്മത്തിറങ്ങുമെന്ന് വിശ്വസിക്കാൻ മൂഢന്മാർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ആലോചിക്കേണ്ടതാണ്. നമ്മളൊക്കെ പങ്കെടുക്കേണ്ടി വരും, ദ്വാരക്കേണ്ടി വരും, കൈ പൊന്തിക്കേണ്ടി വരും. പക്ഷെ അത് ആത്മാർത്ഥതയോടുകൂടെയാകാൻ വല്ലാത്ത പ്രയാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയട്ടെ, 5-10 സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിലില്ലാതെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവനും ശരിയായ വിധത്തിൽ ക്ലിയറാക്കി നേടിയെടുത്ത് വിട പറഞ്ഞു പോയവരാണ് കടവേരി പള്ളിയുടെ ചാരത്തന്ത്യ വിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ആ ഓറപ്പോലുള്ള മഹത്തുക്കൾ ആ വിധത്തിൽ സർട്ടിഫിക്കറ്റുകൾ നേടിയവരാണ്. ആ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് വേണം ഒരു മുസ്ലിമിന്. ഒരു മുസ്ലിമിന്റെ മുടിവെട്ട് കണ്ടാൽ ഒരു സ്വാലിഹായ മനുഷ്യൻ അയ്യേ എന്ന് പറയുന്ന രൂപത്തിലാകരുത്. അങ്ങനെ ആയാൽ അതവന്റെ നാശമാണ്. സർട്ടിഫിക്കറ്റിന്റെ കാലമല്ലേ, വിശദീകരിച്ച് പറയാൻ നേരമില്ല, നെട്ടോട്ടമാണ്. എന്തിന്? നമ്മുടെ മോഡി സർക്കാർ ഉത്തരവിടുന്ന സർട്ടിഫിക്കറ്റുകൾ ശരിപ്പെടുത്തുന്നതിന് വേണ്ടി. ഇല്ലെങ്കിലോ ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് ഭയപ്പെടുത്തുകയാണ് പലരും നമ്മെ. ഇരിക്കട്ടെ,
ഈ സർട്ടിഫിക്കറ്റുകൾ ശരിപ്പെടുത്തുന്ന നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് വേണ്ടത് ഒന്ന് സ്വാലിഹീങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. നമ്മുടെ കല്യാണത്തിന്റെ വിജയം എന്താണെന്നറിയോ നിങ്ങൾ? ഒരു നല്ല മനുഷ്യനെ കണ്ടാൽ അറിയോലോ, ആർക്കും അറിയോലോ നല്ല മനുഷ്യരാരാണ്. ഒരു നല്ല മനുഷ്യൻ ഭക്ഷണം കഴിച്ച് കല്യാണ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ അവനോട് ചോദിച്ചു മറ്റാരോ, എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, സന്തോഷം, വേണ്ടാത്തതൊന്നുമില്ല, നല്ല കല്യാണം, ആണും പെണ്ണും ഇടകലരയില്ല, വേണ്ടാത്ത ഗാനമേളകളോ പാട്ടുകളോ ഇല്ല, വേണ്ടാത്ത അനാവശ്യങ്ങളില്ല, ആർമാദങ്ങളില്ല, അതിർപ്പങ്ങളില്ല, ദുർവ്യയങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ, അച്ചടക്കമുള്ള കല്യാണമെന്ന് പറഞ്ഞാൽ നിനക്കാര് സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിലും അത് മതി. അത് നീ ചില്ലിന്റെ ഉള്ളിലിട്ട് സൂക്ഷിച്ചോ. പരലോകത്തേക്ക് നിനക്ക് ആ സർട്ടിഫിക്കറ്റ് രക്ഷയാണ്, അതാവശ്യമാണ്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലേ? ചോദിക്കപ്പെട്ടയാൾ പറയുന്നത്, ഞാൻ എങ്ങനെയല്ലോ അവിടുന്ന് രക്ഷപ്പെട്ടു കളഞ്ഞതാണ്, ഏതൊരു മൂലയിൽ പോയി ഇരുന്നു കളഞ്ഞതാണ്. ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ ഒന്നും എനക്കറിഞ്ഞുകൂടാ, വല്ലാത്തൊരു കല്യാണം എന്ന വിധത്തിൽ സംസാരിച്ചാലോ നിനക്ക് പിന്നെ ഏത് സിനിമാ താരത്തിന്റെ, ഏത് മന്ത്രിയുടെ, ഏത് MLA-യുടെ, ഏത് പണക്കാരന്റെ സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ, കാര്യമില്ലടോ. ആഖിറത്തിൽ കാര്യമില്ല, പരലോകത്ത് കാര്യമില്ല. ഇതാരാ പറഞ്ഞത്? ഇത് പറയേണ്ട ഉലമാക്കളാണ് പറഞ്ഞത്, പറയാൻ അവകാശപ്പെട്ടവരാണ് പറഞ്ഞത്. നീ ആരാണിത് പറയാന്ന? ഞാനാരുമല്ല. പക്ഷേ നമ്മുടെ ഓർമാർ നമ്മെ പഠിപ്പിച്ചത് ഈ മാർഗമാണ്, ഈ വഴിയാണ്. നമ്മൾ ചിന്തിക്കണമല്ലോ ലേശം. പിന്നെ എന്താ, ആണ് പെണ്ണ് എവിടെയും തൊടാം, തുള്ളാം, ചെയ്യാം, ഓടാം, ചാടാം എന്നിടത്തേക്ക് എത്തി വന്നിട്ട് ഞാൻ ആരോ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നാദാപുരത്തെ പുളിക്കൂർ റോഡിലൂടെ ഏതോ ഒരു ഉമ്മ പണ്ടൊരു കാലത്ത് പർദ്ദ ധരിച്ച്, മുഖം മൂടി ധരിച്ച്, നിഖാബ് ധരിച്ച്, ഒരു കുടയും ചൂടി നടന്നുവെത്രേ. ഒരു പ്രായമുള്ള ഉമ്മ പുളിക്കൂർ റോഡിലൂടെ. ഇതറിഞ്ഞു ഒരു ഓറ്, അക്കാലത്തുള്ള ഏതോ ഒരു ഓറ്. ആ ഓറ് പറഞ്ഞു പോലും തലയിൽ കൈവച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് എത്തിപ്പോയല്ലോ എന്ന്. ആ ഓറങ്ങാൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പരിപാടികളുടെ പേരിലുള്ള തുള്ളലുകളും ആടലുകളും പാട്ടുകളും ചാട്ടങ്ങളും കണ്ടാൽ ബോധരഹിതനായി വീണുപോകുമായിരുന്നില്ലേ? ഇതല്ലേ നമ്മുടെ പാരമ്പര്യം? നമുക്കറിയാം. ആരോട് ചോദിച്ചാലും എൻ്റെ ഉപ്പ വീട്ടിൽ നിന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ഉപ്പ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹു ദീർഘായുസ് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെയും നൽകട്ടെ, മരണപ്പെട്ടവരുടെ കബറുകൾ അള്ളാഹു സ്വർഗമാക്കട്ടെ. ഉമ്മയെയും കൂട്ടി, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ആണും പെണ്ണും കുടുംബത്തിൽപ്പെട്ടവർ ഒന്നിച്ചിങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ടൗണിന്റെ അടുത്തെത്തിയാൽ ആ ടൗണിൽ നിന്ന് ഈ ഉപ്പ അല്ലെങ്കിൽ ഈ ആണ്, ഈ പുരുഷൻ ആ പെണ്ണിനെ റോഡിലൂടെയല്ലാത്ത ആ ബിൽഡിങ്ങുകളുടെ പിന്നിലൂടെയുള്ള വഴിയിലൂടെ നടത്തുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ആ ഉമ്മാക്ക് ആ പെണ്ണിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, അങ്ങ് എത്തുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് ഈ ഉപ്പ അല്ലെങ്കിൽ ഈ പുരുഷൻ റോഡിലൂടെ നടക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ പാരമ്പര്യം, ഇതായിരുന്നു നമ്മുടെ മാതൃക. എനിക്കറിയാം, പാടക്കടവ് പള്ളിയുടെ ശഹരത്ത്, ആ പുഴയോരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ഞങ്ങളുടെ ശൈഖുന തച്ചിലത്ത് ഉസ്താദ്, സമയമായിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ തച്ചിലത്ത് ഉസ്താദ്, ഞാനും ആ മഹാനരുടെ കൂടെ, അല്ലാഹു അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വില്യാപ്പള്ളി ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്, രോഗശയ്യയിലാണ്. പനോള്ളതിൽ മൊയ്തു ഹാജി, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ആ വീട്ടിലുണ്ടായിരുന്ന ഹജ്ജുമ്മ ഈ അടുത്ത കാലത്ത് മരിച്ചു പോയിട്ടുണ്ട്, അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അവിടേക്ക് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന നേരത്ത് അവിടെ എത്തിയാൽ ബെല്ലടിക്കും. ബെല്ലടിച്ചിട്ട് ഉസ്താദും കൂടെയുള്ള ഞാനും ഓഫീസ് റൂമിന്റെ അപ്പുറത്ത്, ചുമരിന്റെ അപ്പുറത്ത് പോയി നിൽക്കുകയാണ്. കുറച്ചു നേരം ഹജ്ജുമ്മ വരും, വന്നിട്ട് ഗിൽസ് തുറക്കും, തുറന്നിട്ട് ഒന്ന് മുട്ടും, ഗിൽസിന് ഒരു കൂറ്റുണ്ടാക്കും. തുറന്നിട്ടുണ്ട്, അത് കേട്ടാലാ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആ വീട്ടിലേക്ക് കയറിയിരിക്കുക. ഇത്രമേൽ ശ്രദ്ധിച്ചിരുന്ന മഹത്തുക്കളുടെ പാരമ്പര്യമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിലയിലേക്ക് പോയാൽ യൗമ തറൽ മുഅ്മിനീന യസ്യാ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം,
ബുശ്റാക്കുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. അല്ലാഹു പറഞ്ഞ പരലോകത്ത് ഈ വെളിച്ചം നമുക്ക് എവിടെ കിട്ടും? ഈ രക്ഷ നമുക്ക് എവിടെ കിട്ടും? മഹത്തുക്കളുടെ ശഫാഅത്ത് നമുക്ക് എങ്ങനെ കിട്ടും? മദീനയിൽ അഡ്രസ് ഇല്ലാത്ത, മദീനയുടെ പ്രവാചകർ വെറുക്കുന്ന, ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയ, തങ്ങൾ ഗൗരവത്തിൽ നമ്മോട് വിരോധിച്ച മയക്കുമരുന്നിന്റെ ആളുകളായി, കളിതമാശകരുടെ ആളുകളായി, സിനിമ സീരിയലുകളുടെ ആളുകളായി, മറ്റെല്ലാ ജീർണതകളുടെയും ആളുകളായി ഈച്ചയുടെ സ്വഭാവം ഒരു മുസ്ലിമിന് വന്നു ചേരാൻ പറ്റുന്നതാണോ? ആലോചിക്കേണ്ടതാണ്. ഓർ നമ്മെ പഠിപ്പിച്ചത് സൂക്ഷ്മതയുള്ള ജീവിതമാണ്. സൂക്ഷ്മതയുള്ള ജീവിതം. ഈച്ചയുടെ ഒരു ജീവിതമുണ്ട്. ഈച്ച പള്ളിയിലുണ്ട്, ഈച്ച റോഡിലുണ്ട്, ഈച്ച ഭക്ഷണത്തിലുണ്ട്, ഈച്ച ഗാനമേളയുടെ ഇടത്തുണ്ട്, ഈച്ച എല്ലായിടത്തും നമുക്ക് കാണാം. ഇതുപോലെ ഒരു മുസ്ലിം അവൻ മജ്ലിസുന്നൂറിനുണ്ട്, ബൈത്തുന്നൂറിനുണ്ട്, അവൻ ഓരുടെ ആണ്ടിനുണ്ട്, അവൻ ആ സ്റ്റേജിലുണ്ട്, അവൻ മറ്റെല്ലാ പരിപാടികളിലുമുണ്ട്. ഒപ്പം നമ്മൾ ഈ പറയുന്ന ഗാനമേളയിൽ അവനുണ്ട്, നമ്മൾ ഈ പറയുന്ന സിനിമയിൽ അവനുണ്ട്, നമ്മൾ ഈ പറയുന്ന ഗാനമേളയിൽ അവനുണ്ട്. എല്ലാറ്റിലും പങ്കെടുത്തിട്ട് ഈച്ചകളെപ്പോലെ ജീവിക്കുന്നത് മുസ്ലിമിന് ചേർന്നതല്ല. അവൻ എവിടെയാണെങ്കിലും തനിമ വേണം. രാഷ്ട്രീയത്തിൽ തനിമ വേണം, മതത്തിൽ തനിമ വേണം, കുടുംബജീവിതത്തിൽ തനിമ വേണം. ഹറക്കാത്ത് സകനാത്തുകൾ മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച, പരിശുദ്ധ ദീന് പഠിപ്പിച്ച ആ സംസ്കാരം അനുസരിച്ചുകൊണ്ട് തന്നെയാകണമല്ലോ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഒരു മുസ്ലിം ഇവിടെ ജീവിക്കേണ്ടതെന്ന് ഓർ കാണിച്ചു തന്നില്ലേ? ഓരുടെ ഒരു വാക്ക്, ഓരുടെ ഒരു പ്രവൃത്തി, ഓരുടെ ഒരാംഗ്യം, ഓരുടെ ഒരു എന്തെങ്കിലും സൂചന അത് വേണ്ടാത്തതായി പോയെന്നോ അമിതമായി പോയെന്നോ അത് ആക്ഷേപിക്കപ്പെടേണ്ടതാണെന്നോ പറയപ്പെടാത്ത വിധത്തിൽ ജീവിച്ചു കാണിച്ചു തന്നിട്ട് ഒരു റജബ് 15 പരിശുദ്ധമായ വെള്ളിയാഴ്ച പ്രിയപ്പെട്ടവരെ, തന്റെ കാലുകള്, തന്റെ മുഖം അല്ലാഹുവിന്റെ ഖിബലയിലേക്ക് നേരിടിച്ചിട്ട് അക്റായ ലിസാനോടെ വെള്ളിയാഴ്ച ഓതേണ്ട അൽ കഹ്ഫ് ആ കടത്തിൽ തന്നെ ഓതി തീർത്തിട്ട് അല്ലാഹുവിങ്കലേക്ക് പോയെങ്കിൽ അവരൊക്കെ ഒരിടത്തുണ്ട്. അവരുടെയൊക്കെ റിക്കാർഡുകൾ ഒന്നാണ്. ആ റിക്കാർഡുകളിൽ അവർ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുമ്പോൾ ആ റിക്കാർഡുകളിലേക്ക് രേഖപ്പെടുത്തപ്പെടാൻ അവരുടെ പിൻഗാമികളായ നമ്മുടെ ആത്മാവിനെ മലക്കുകൾ കൊണ്ടുപോയിട്ട് ആവശ്യപ്പെടുന്ന നേരത്ത് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാതെ കൊണ്ടുപോകടോ ഈ ചീഞ്ഞു നാറുന്ന ആത്മാവിനെ. അതിങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റുന്ന ആത്മാവല്ല, അത് മ്ലേച്ഛാത്മാവാൻ, അത് അന്നഫ്സുൽ ഖബീസ, മ്ലേച്ഛാത്മാവാൻ. ഈ മ്ലേച്ഛാത്മാവിനെ ആകാശലോകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുമെന്ന് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആരംഭരവിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുകയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം തന്റെ ഹറക്കാത്ത് സകനാത്തുകളും മുഴുവനും അല്ലാഹുവിന്റെ ദീനിന്റെ തൃപ്തിയിലായി കഴിച്ചുകൂട്ടിയിട്ട് മരണത്തിൽ വരെ നമുക്ക് മാതൃക കാണിച്ചു തന്ന ആ ഓറെ അനുസ്മരിക്കുന്ന, ആ ഓരുടെ ഉസ്താദുമാരും വഴികാട്ടികളും മുൻഗാമികളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഓരുടെ ആ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഈ നാട്ടിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവരെ, നമ്മൾ എവിടെയും ദീനിനെ അഭിമാനമായി കാണണം. ഇസ്ലാമിന്റെ നിയമങ്ങളെ മുറുകെ പിടിക്കണം. മറ്റുള്ളവൻ എന്ത് ചിന്തിക്കുമെന്നത് ഇസ്ലാമിനോടും ഈമാനിനോടും മുഅ്മിനീങ്ങളോടും യോജിക്കുന്നതല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പണം കൊണ്ടാണിത്, പത്രാസ് കൊണ്ടാണിത്, ജോലി കൊണ്ടാണിത്. ഹബീബായ തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. പണം എന്നത് ഓതിക്കുട്ടനെ പോലെയാണെന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നേർച്ചക്കുട്ടനെ പോലെ, ഓതിക്കുട്ടനെ പോലെ. ഒരു ശക്തിയുള്ള കുട്ടനെ പരിചയമില്ലാത്ത ആളുകൾക്ക് പിടിച്ചാൽ കിട്ടൂല. ആ കുട്ടൻ അവനെയും വലിച്ച് അവനെ ഒരു വെള്ളത്തിന്റെ കുഴിയിലേക്ക് തള്ളിയിട്ട് അവന്റെ കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് ഒന്നിനും പറ്റാതെ അവൻ കിടപ്പിലാകും. അതേ സമയത്ത് അതിനെ പിടിക്കാൻ അറിയുന്ന ഒരാൾ പിടിച്ചാൽ അവൻ വരച്ച വരയിൽ നിർത്തും. ഇതുപോലെയാണ് പണം. അത് അർഹതപ്പെട്ടതല്ലാത്തവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നാം കാണുന്ന അലമ്പുകളാണ് ഈ പറഞ്ഞതൊക്കെ.
അർഹതപ്പെട്ടവരുടെ കയ്യിൽ കിട്ടിയാലോ ഈ അലമ്പുകളൊന്നും വരൂല. അതുകൊണ്ട് പണമുണ്ടെന്ന് കണ്ട് അഹങ്കരിക്കണ്ട. ഇതൊക്കെ നിന്നുപോകാൻ ഒരൊറ്റ നിമിഷം മതി, ഒരൊറ്റ നിമിഷം. അതും വേണ്ട. ഈ ആലോചന നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്തുണ്ടാകണമെന്നും അഹങ്കാരത്തിന്റെ തരിമ്പുമില്ലാതെ പരിശുദ്ധ ദീനിന്റെ നിയമാവലികളെ ഉയർത്തിപ്പിടിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്നും അനബിനുൽ ഇസ്ലാം സൽമാനുൽ ഫാരിസി തങ്ങളവറുകൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനബിനുൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിന്റെ മകനാണ്. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് സഹ്മി തങ്ങളവറുകളെ തിളക്കുന്ന എണ്ണയിലേക്ക് വലിച്ചിടാൻ വേണ്ടി നോക്കിയപ്പോ മഹാൻ പറഞ്ഞത്, പരിശുദ്ധ ദീനിന് വേണ്ടി ഇതുപോലെ എനിക്ക് എന്റെ രോമകൂപങ്ങളുടെ എണ്ണമനുസരിച്ച് ശരീരമുണ്ടാവുകയും ആ ശരീരങ്ങളെ മുഴുവൻ ഇങ്ങനെ പൊരിക്കപ്പെടുകയും ചെയ്തെങ്കിൽ എനിക്കെത്ര പ്രതിഫലം കിട്ടുമായിരുന്നു. ഈ വിധത്തിൽ പരിശുദ്ധ ദീനിന് വേണ്ടി പരിഹാസങ്ങൾ വരട്ടെ, അകറ്റലുകൾ വരട്ടെ, മറ്റുള്ളവരെന്തെങ്കിലും പറയട്ടെ. 14 നൂറ്റാണ്ട് അപ്പുറത്താണ് നിങ്ങൾ, 1400 കൊല്ലങ്ങൾക്കപ്പുറത്താണ് നിങ്ങൾ. നിങ്ങൾ ഇന്നും ആ സ്റ്റാൻഡിൽ നിന്ന് വാഹനം എടുത്തിട്ടില്ല എന്ന് പറയുന്നവർ പറയട്ടെ, നമുക്കത് വിഷയമല്ല. നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വാലിഹീങ്ങളുടെ പൊരുത്തമാണ്, ഓറുമാരുടെ പൊരുത്തമാണ്, ഔലിയാക്കളുടെ പൊരുത്തമാണ്, അമ്പിയാക്കളുടെ പൊരുത്തമാണ്, മഹത്തുക്കളുടെ പൊരുത്തമാണ്. അതുകൊണ്ട് ആ പൊരുത്തത്തിലായി നമ്മുടെ കല്യാണങ്ങൾ നടക്കട്ടെ. കല്യാണത്തിന്റെ മജ്‌ലിസുകളിലേക്ക് നമ്മൾ വെറുതെ ലൗഡ് സ്പീക്കർ വിളിച്ചു കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവന്ന് പണം ചെലവഴിച്ച് ഒന്നിനും പറ്റാത്ത വിധത്തിൽ നമ്മുടെ നിക്കാഹുകള് തർക്കമുള്ളതായി പോകുന്ന അവസ്ഥകൾ വരെ വ്യാപകമായി വരുന്നുണ്ട്. ഇടപെടാനാളില്ലെങ്കിൽ കുട്ടികളാണ്, ചിന്തയില്ലാത്തവരാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഏകദേശം ആളുകളും. ഞാനിത് അനിവാര്യമാണെന്ന് പറഞ്ഞത് മനസ്സിലാക്കിയത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യബോധമുള്ളവർ ശ്രദ്ധിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. വലിയന്റെയും വരന്റെയും വാക്ക് അതിലൂടെ വരണ്ടെന്ന് ചിന്തിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. കാര്യബോധമില്ലാത്ത ആളുകൾ, കുട്ടികൾ പലതും പ്രവർത്തിക്കും. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? സാധാരണക്കാർ, നാടന്മാർ, നമ്മുടെ ഓറുമാരൊന്നും ഏതെങ്കിലും ആളുകളല്ലല്ലോ. നമ്മൾ ഈ മനസ്സിലാക്കുന്ന മഹത്തുക്കളിൽപ്പെട്ടവരല്ലേ, നല്ല ജീവിതം കിട്ടിയവരല്ലേ, നല്ല വഫാത്ത് കിട്ടിയവരല്ലേ. അവർക്കൊക്കെ പൊരുത്തമുള്ള വിധത്തിൽ തന്നെ ആകട്ടെ നമ്മുടെ ജുമുഅകൾ, നമ്മുടെ ജമാഅത്തുകൾ, നമ്മുടെ നിക്കാഹുകൾ എന്നാലോചിച്ചിട്ട് നിങ്ങൾ കൊടികൾ ഏത് പിടിച്ചാലും ഈ സംസ്കാരങ്ങളെ, ഈ നന്മകളെ, ഈ സൂക്ഷ്മതയെ എന്ന ഹദീസ് എല്ലാവരും പഠിപ്പിക്കുന്നതാണല്ലോ. അതോർത്തുകൊണ്ടെങ്കിലും ശ്രദ്ധിച്ച് നദാപുരത്തിന്റെ പഴമ, നദാപുരത്തിന്റെ തനിമ, പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ ഇസ്സത്ത് അത് നിലനിർത്താൻ എന്ത് വില കൊടുത്തും നമ്മളൊക്കെയും ശ്രദ്ധിക്കണമെന്ന്. ഇതാർക്കും വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയാണ്, ദീനിന് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ശേഷം വരുന്ന പരമ്പരകൾക്ക് വേണ്ടിയാണ് എന്നോർത്ത് ഐക്യത്തോടെ, യോജിപ്പോടെ, സാഹോദര്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി ഞാനിവിടെ വെക്കുകയാണ്. ഏതെങ്കിലും ആളുകൾ ചെയ്യുമ്പോൾ അവരുടെ പേരെടുത്ത് അവരെ മാത്രം കുറ്റപ്പെടുത്തി കണ്ടോ അവര് എന്ന് പറയുന്ന രീതി ശരിയല്ലല്ലോ. ഇസ്ലാമിന്റെ നിയമം അതെല്ലാവർക്കും ബാധകമാണ്, മൊത്തത്തിലാണ് അതിന്റെ നിയമങ്ങളൊക്കെ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, ഞാനിങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഈ ഭൗതിക രംഗത്ത്, ഇസ്ലാമിക രംഗത്ത്, മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നുവെന്നേ ഉള്ളൂ. രാഷ്ട്രീയക്കാർ ഒരു സമുദായത്തെ രാഷ്ട്രീയം പഠിപ്പിച്ചു, അവരതേ പഠിപ്പിക്കണ്ടു. രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ അതല്ലേ അവർ പഠിപ്പിക്കണ്ടു. മതത്തിന്റെ ആളുകളായ നമ്മൾ മതം പഠിപ്പിച്ചു. അങ്ങനെ ഒരിടത്ത് മതവും രാഷ്ട്രീയവും സംഘട്ടനമായി. മതത്തിന്റെ നിയമമൊന്ന് വേറെ, രാഷ്ട്രീയത്തിന്റെ തിയറികളൊന്ന് വേറെ. ഇങ്ങനെ സംഘട്ടനം നടന്നപ്പോൾ രാഷ്ട്രീയം വിജയിച്ചു, മതം പരാജയപ്പെട്ടു. അതാ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത്. ഇവരൊന്നും അങ്ങ് മോളിൽ നിന്ന് ഇറങ്ങി വന്നവരല്ല, നമ്മൾ പഠിപ്പിച്ചവരാണ്, നമ്മൾ ഉണ്ടാക്കിയവരാണ്, നമ്മുടെ പാഠശാലകളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ സംസ്കാരങ്ങളെ നമ്മൾ കുത്തിവെക്കുന്നിടത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നുവെന്ന് തോന്നുകയാണ്. ഏത് കൊടുങ്കാറ്റ് വന്നാലും തന്റെ വിശ്വാസം അത് തട്ടിപ്പോകാത്ത വിധത്തിൽ, അത് വീണുപോകാത്ത വിധത്തിൽ ഉറച്ച ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്ന തലമുറയെ നയിക്കേണ്ടതായിട്ടുണ്ട്.
അതിൻ്റെ ശാസ്ത്രീയമായ പ്രായോഗികമായ രീതികളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആ വിധത്തിലുള്ള ഒരു തലമുറയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുമായിട്ടുണ്ട് എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് അല്ലാഹു ഓരുടെ പേരിൽ ഒത്തുകൂടിയ നമ്മയെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞതിലും 10 മിനിറ്റ് കൂടിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.